ഇവിടെ ജോൺ ഒരു ടെഡിയെ നോക്കി അതവന്റെ ഫ്രണ്ട് ആവണമെന്ന് വിഷ് ചെയ്ത് ഉറങ്ങാൻ കിടക്കുന്നു. അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കിയ ഇവൻ വിഷ് ചെയ്തതുപോലെ ആ ടെഡിക്ക് ജീവൻ വന്നിരുന്നു. ഇത് കണ്ട് പേടിയായ ജോൺ ഉടനെ അത് അവന്റെ അച്ഛനെയും അമ്മയെയും അറിയിക്കുന്നു. അവരും ഇതിനെ കണ്ട് ഷോക്കാവുന്നു. അതേപോലെ ഈ ടെഡിക്ക് ജീവൻ വന്ന കാര്യം ആ നാട് മുഴുവൻ അറിഞ്ഞ് ഒരുപാട് ഫേമസ് ആവുന്നു. ഒരു ദിവസം ടെഡിയും ജോണും അവസാനം വരെ നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുമെന്ന് പ്രോമിസ് ചെയ്യുന്നു. അവർ പ്രോമിസ് ചെയ്തതുപോലെ ജോൺ വളർന്നപ്പോഴും അവർ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജോണിനും അവന്റെ ഗേൾഫ്രണ്ടിനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. അതിൽ ദേഷ്യം വന്ന ജോൺ ടെഡിയുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെ കട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ആയാലും ടെഡി അവന്റെ ഗേൾഫ്രണ്ടിനോട് സംസാരിച്ച് അവൻ എത്രത്തോളം അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കി അവരെ രണ്ടുപേരെയും ഒരുമിപ്പിക്കുന്നു. എന്നാൽ ജോണും അവന്റെ ഗേൾഫ്രണ്ടും കോംപ്രമൈസ് ആവുന്ന സമയം ടെഡിയെ ഒരുത്തൻ കിഡ്നാപ്പ് ചെയ്യുന്നു. അതിൽ ടെഡിയുടെ ബോഡി 2 പീസായി വീണ്ടും ഡോളായി മാറുന്നു. അപ്പോഴാണ് ടെഡിക്കും ജോണിനും ഇടയിൽ എത്രത്തോളം ബോണ്ടിങ് ഉണ്ടായിരുന്നു എന്ന് അവന്റെ ഗേൾഫ്രണ്ടിന് മനസ്സിലാവുന്നത്. സോ അവളന്ന് രാത്രി ഒരു ഷൂട്ടിംഗ് സ്റ്റാറിനെ നോക്കി വിഷ് ചെയ്യുന്നു. അടുത്ത ദിവസം നോക്കി ആ ടെഡിക്ക് വീണ്ടും ജീവൻ വന്നിരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്കും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ പേര് മറക്കാതെ താഴെ മെൻഷൻ ചെയ്യണേ.